സഞ്ജുവിൻ്റെ പരിക്ക്, ടീമിൻ്റെ മോശം പ്രകടനം, ഇപ്പോഴിതാ കോഴ ആരോപണവും. IPL-ൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് രാജസ്ഥാൻ റോയൽസ്. 8 മത്സരങ്ങളിൽ നിന്ന് ആകെ ടീം നേടിയത് 4 പോയിന്റ് മാത്രം. ഈ പ്രകടനം വെച്ച് പ്ലേ ഓഫ് ഒന്നും രാജസ്ഥാൻ ആരാധകർ ഇനി പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടിയാൽ അത് നല്ല കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ടീം ജയിക്കട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നു. എങ്കിലും അവസാന 2 മത്സരങ്ങളിൽ ടീം പരാജയപ്പെട്ട രീതി വെച്ച് ആരാധകർ അത്ര ഹാപ്പിയല്ല. സഞ്ജുവിന് വീണ്ടും പരിക്കേറ്റത് ആരാധകരെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. മോശം പ്രകടനങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ല. IPL തുടങ്ങുന്നതിന് മുമ്പ് പരിക്കിൻ്റെ പിടിയിലായിരുന്ന സഞ്ജുവിന് പകരം റിയാൻ പരാഗാണ് ആദ്യ 3 മത്സരങ്ങളിലും ടീമിനെ നയിച്ചത്. കഴിഞ്ഞ മത്സരത്തിലും പരാഗ് ക്യാപ്റ്റനായി. RCBക്കെതിരെയും നയിക്കാൻ സഞ്ജു ഇല്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പരാഗ് തന്നെ ക്യാപ്റ്റനായി തുടരും. പ്രകടനവുമായി ബന്ധപ്പെട്ട് ടീം നേരിടുന്ന പ്രതിസന്ധികളെല്ലാം പലതവണ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ കോഴ ആരോപണവും ടീമിനെതിരെ ഉയർന്നിരിക്കുകയാണ്. അതും രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി കൺവീനറാണ് കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയുമായി ബന്ധപ്പെടുത്തി സംശയം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് രാജസ്ഥാൻ റോയൽസും രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഒരു പോരിലേക്ക് കടക്കാൻ കാരണമായിരിക്കുന്നു എന്നതാണ് പുതിയ അപ്ഡേറ്റ്. RCA കൺവീനർ ജയ്ദീപ് ബിഹാനിയുടെ ആരോപണത്തെ ഗൗരവമായി തന്നെ നേരിടാനാണ് റോയൽസിന്റെ തീരുമാനം. രാജസ്ഥാൻ മുഖ്യമന്ത്രി, കായിക മന്ത്രി, സ്പോർട്സ് സെക്രട്ടറി എന്നിവർക്ക് റോയൽസ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ബിഹാനിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ഫ്രാഞ്ചൈസിയുടെ ആവശ്യം. തീർത്തും തെറ്റായ കാര്യം, അടിസ്ഥാനരഹിതം, ഒരു തെളിവുമില്ലാത്ത ആരോപണം എന്നിങ്ങനെ കടുത്ത ഭാഷയിലാണ് രാജസ്ഥാൻ റോയൽസിൽ മുതിർന്ന ഉദ്യോഗസ്ഥനായ ദീപ് റോയ് ഈ ആരോപണത്തെ വിശേഷിപ്പിക്കുന്നത്. വെറും കോഴ ആരോപണം മാത്രമല്ല ജയ്ദീപ് ബിഹാനി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസും രാജസ്ഥാൻ സ്പോർട്സ് കൗൺസിലും BCCIയും ചേർന്ന് RCA അഡ്ഹോക് കമ്മിറ്റിയെ IPL-ലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണെന്ന് ബിഹാനി പറഞ്ഞിരുന്നു. രാജസ്ഥാൻ മാനേജ്മെന്റ് ഈ ആരോപണത്തിന് മറുപടി പറയുന്നുണ്ട്. അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ നടത്തിയ ഈ ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. രാജസ്ഥാൻ റോയൽസ്, റോയൽ മൾട്ടി സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, രാജസ്ഥാൻ സ്പോർട്സ് കൗൺസിൽ, BCCI തുടങ്ങിയവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണെന്നും ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു എന്നുമാണ് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയത്. 18 വർഷമായി സ്റ്റേറ്റ് അസോസിയേഷനുമായും സർക്കാരുമായും മികച്ച ബന്ധത്തിലാണ് ഉള്ളതെന്നും BCCI മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും രാജസ്ഥാൻ വിശദീകരിച്ചു. BCCI തീരുമാനമനുസരിച്ച് ജയ്പൂരിൽ ഇപ്പോൾ IPL മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഔദ്യോഗിക അവകാശമുള്ളത് രാജസ്ഥാൻ സ്പോർട്സ് കൗൺസിലിനാണ്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിൽ, BCCI എന്നിവരുമായി സഹകരിച്ച് സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ടീമിൻ്റെ വിശദീകരണം. അതേസമയം ICCയുമായും BCCയുമായും സഹകരിച്ചുകൊണ്ട് നേരത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ കൺവീനർ ജയ്ദീപ് ബിഹാനി പറയുന്നത്. ജയ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന IPL മത്സരത്തിൽ നിന്ന് സർക്കാർ രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയെ മാറ്റി നിർത്തുന്നതിലൂടെ സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് താൽപ്പര്യങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും ബിഹാനി ആരോപിക്കുന്നു. IPL സംഘടിപ്പിക്കുന്നതിൽ നിന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ RCA അഡ്ഹോക് കമ്മിറ്റിയെ മാറ്റി നിർത്തുകയാണ്. പരിപാടിയുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്ക് അക്രഡിറ്റേഷൻ കാർഡുകൾ പോലും അവർ നൽകിയില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്തായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഈ വിവാദങ്ങൾ അത്ര നല്ലതല്ല. പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് കണ്ടറിയാം.